നമസ്കാരം. മാന്യ പ്രേക്ഷകർക്ക് നമസ്കാരം. വിഷുഫലത്തിലേക്ക് നമുക്ക് കിടക്കാം. തിരുവാതിര നക്ഷത്രം. തിരുവാതിര നക്ഷത്രക്കാർ ഈ വർഷത്തെ വിഷുഫല ചിന്തനയിൽ അന്ത്യശൂലത്തിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷുഫലം ഇവർക്ക് ദോഷപ്രദമാണ്. കൂടാതെ ജന്മവ്യാഴ സമയവും കണ്ടകശനിയും കൂടിയുള്ളത് കൊണ്ട് തന്നെ അത്യധികം ശ്രദ്ധിക്കേണ്ട സമയമാകുന്നു. എല്ലാ കാര്യങ്ങളിലും അതീവ ജാഗ്രത വേണ്ടതായുണ്ട്. തൊഴിൽ മേഖലയിലെ മാറ്റങ്ങൾക്ക് ഇട കാണുന്നുണ്ട്. ഒപ്പമുള്ള വ്യക്തികളെ പിണക്കാതെ കൊണ്ടുപോകുവാൻ വളരെയധികം ശ്രദ്ധിക്കേണ്ടതാണ്. ഗൃഹനിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും ഗുണകരമാണ്. ദീർഘകാലമായിട്ട് കാണാതിരുന്ന വ്യക്തികളുമായിട്ട് പുനഃസമാഗമത്തിനും ഇട കാണുന്നു. ജോലിയിലോ താമസ സ്ഥലത്തിനോ മാറ്റങ്ങളും ഉണ്ടായേക്കാം. ദമ്പതികൾ തമ്മിൽ അകൽച്ചയ്ക്കും സാധ്യത കാണുന്നത് കൊണ്ട് തന്നെ സംഭാഷണത്തിൽ മിതത്വം പാലിക്കണം. കോടതി വ്യവഹാരം, പോലീസ് കേസ് തുടങ്ങിയവ വന്നു ചേരും എന്നതുകൊണ്ട് തന്നെ ശ്രദ്ധ വേണ്ടതായുണ്ട്. സാമ്പത്തികമായും നഷ്ടങ്ങളൊക്കെ ഇടയുള്ളത് കൊണ്ട് തന്നെ ജാമ്യം നിൽക്കുക, കടം കൊടുക്കുക തുടങ്ങിയ കാര്യങ്ങൾ യാതൊരു കാരണവശാലും ചെയ്യരുത്. ആത്മീയപരമായിരിക്കുന്ന യാത്രകൾ ചെയ്യുവാനുള്ളതായിരിക്കുന്ന അവസരങ്ങളും വന്നു ചേരുന്നതാണ്. കാർഷിക രംഗത്ത് പ്രവർത്തിക്കുന്നതായിരിക്കുന്ന വ്യക്തികൾക്കും കലാകാരന്മാർക്കും പുതിയ ചില പ്രവർത്തനങ്ങൾ തുടങ്ങുവാൻ അവസരം ലഭിക്കും. ആരോഗ്യപരമായിരിക്കുന്ന കാര്യങ്ങളിൽ ജാഗ്രത വേണം. മാതാപിതാക്കൾക്കും വിഷമതകൾ അനുഭവമായേക്കും. പകയും പ്രതികാര ബുദ്ധിയും ഒഴിവാക്കണം. മനസ്സിൽ ശുഭകരമായിരിക്കുന്ന ചിന്തകൾ വളർത്തുവാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. രാത്രി സഞ്ചാരങ്ങളിൽ നിന്നും അപകടകരമായിരിക്കുന്ന പ്രവർത്തനങ്ങളിൽ നിന്നും പരമാവധി വിട്ടുനിൽക്കുക. ദോഷപരിഹാരാർത്ഥമായി ശാസ്താവിങ്കൽ മാസം പ്രതി ജന്മനക്ഷത്രം തോറും നീരാഞ്ജനം വഴിപാട് നടത്തി പ്രാർത്ഥിച്ചു വരുന്നതും മഹാശൂലിനി യന്ത്രം ദേഹരക്ഷയായിട്ട് ധരിക്കുന്നതും ശനിവാര വ്രതം അനുഷ്ഠിക്കുന്നതും ഗുണകരമാണ്. എല്ലാവർക്കും നന്മ വരുത്തുവാൻ സർവേശ്വരനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.